ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂട്ട് ടെസ്റ്റ് ആണ്. റൂട്ട് ടെസ്റ്റും ഒരു തന്നിരിക്കുന്ന സീരീസിന്റെ കൺവേർജൻസിനെ പറ്റി പറയുന്നതാണ്. ഒരു സീരീസ് കൺവേർജന്റ് ആണോ ഡൈവേർജന്റ് ആണോ എന്ന് നമ്മൾ ഇതിനു മുന്നേ പല ടെസ്റ്റുകളും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്റഗ്രൽ ടെസ്റ്റ് ചെയ്തു നോക്കി, റേഷ്യോ ടെസ്റ്റ് ചെയ്തു, കമ്പാരിസൺ ടെസ്റ്റ് ചെയ്തു, റേഷ്യോ കമ്പാരിസൺ ടെസ്റ്റ് ചെയ്തു. അങ്ങനെ പല ടെസ്റ്റുകളും നമ്മൾ ഇതിനു മുന്നേ പഠിച്ചതാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൂട്ട് ടെസ്റ്റ് ആണ്. ലെറ്റ് sigma I running from 1 to infinity ai be a given series, and suppose that limit I tending to infinity mod ai raised to 1 by I exist, and three conditions we have. First one, ഇതിനെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ r എന്ന് വിളിക്കാം. സോ ഇത് r ആണ് അല്ലേ. So first condition, if r less than 1 then sigma ai converges absolutely. If r greater than 1 then sigma ai diverges, and if r equal to 1 the test fails. ഇവിടെ നമുക്ക് absolutely convergent എന്നുള്ളൊരു വാക്ക് കാണാം. റേഷ്യോ ടെസ്റ്റിലും നമ്മളത് കണ്ടതാണ്. അത് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇവിടെ പറയുന്നത് ഇതാണ്, തന്നിരിക്കുന്ന സീരീസിന്റെ ith ടേം എടുക്കണം, ദാറ്റ് ഈസ് ai, എന്നിട്ട് ലിമിറ്റ് i ടെൻഡിങ് ടു ഇൻഫിനിറ്റി ith റൂട്ട് ഓഫ് ai മോഡ് ai എടുത്തു. അത് തന്നെയാണ് എന്ത് ai മോഡ് ai റേസ് ടു 1 ബൈ i. ഓക്കെ, ഇത് നിങ്ങൾ എന്നിലാണ് പറയുന്നതെങ്കിൽ ദിസ് വിൽ ബി ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡ് a. നമ്മുടെ ടെക്സ്റ്റിൽ i ആയതുകൊണ്ടാണ് നമ്മൾ i വെച്ച് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത് nth റൂട്ട് ഓഫ് a. അപ്പൊ ആ നമ്പറിനെയാണ് r എന്ന് വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ nth റൂട്ടും അല്ലെങ്കിൽ ith റൂട്ടൊക്കെ കാണുന്നതുകൊണ്ടാണ് ഈ ടെസ്റ്റിന് റൂട്ട് ടെസ്റ്റ് എന്ന് പേര് വരാൻ കാരണം. അപ്പൊ ആ നമ്പർ കണ്ടുപിടിക്കുക, r കണ്ടുപിടിക്കുക. നേരത്തെ റേഷ്യോ ടെസ്റ്റിൽ പറഞ്ഞ അതേപോലെ തന്നെ r ലെസ് ദാൻ 1 ആണെങ്കിൽ സീരീസ് കൺവേർജ് ചെയ്യും, r ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സീരീസ് ഡൈവേർജ് ചെയ്യും, r 1 ആണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ഫോളോ ചെയ്യാൻ പറ്റില്ല. വി നീഡ് സം അതർ വേ ടു ഫൈൻഡ് ദി കൺവേർജൻസ്. One problem, test for convergence. First one, sigma n running from 1 to infinity 1 by n raised to n. അപ്പൊ ഇവിടെ ഉണ്ടായി മാറിയിട്ട് n തന്നു. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? റൂട്ട് ടെസ്റ്റ് ആണ്. റൂട്ട് ടെസ്റ്റ് പ്രകാരം നമുക്ക് എന്ത് കാണണം? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി nth റൂട്ട് ഓഫ് മോഡ് a. അതിനെ തന്നെയാണ് നമ്മൾ എങ്ങനെ എഴുതിയത്? ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് an all raised to 1 by n. അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിക്കണം, ദാറ്റ് ഈസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് an എന്താണ്? മോഡ് ഓഫ് 1 by n raised to n all raised to 1 by n, that is equal to ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി. മോഡുലസിന്റെ ആവശ്യമില്ല, കാരണം പോസിറ്റീവ് ടേംസ് ആണ്. സോ ദിസ് ഈസ് n raised to n all raised to 1 by n. അപ്പോൾ ന്യൂമറേറ്ററിലും raised to 1 by n, ഡിനോമിനേറ്ററിലും raised to 1 by n. ന്യൂമറേറ്ററിൽ 1 raised to 1 by n എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. സോ ദിസ് വിൽ ബി ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by n. ഈ n-ഉം 1 by n-ലെ n-ഉം ക്യാൻസൽ ആവും. സോ ദിസ് ഈസ് ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി 1 by n. അതെന്താണെന്ന് എല്ലാവർക്കും അറിയാം, ദാറ്റ് ഈസ് 0. So r എന്ന് പറയുന്നത് എത്ര കിട്ടിയത്? r is 0. That means r is less than 1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റ് പ്രകാരം എന്താണ്? The series converges absolutely. Absolutely convergent ആണെങ്കിൽ convergent ആണ്. അത് നമ്മളിപ്പോൾ പഠിക്കും. So sigma ai, ഇവിടെ ai അല്ല an ആണ്. sigma an converges. അപ്പൊ ഇത്രയും സിമ്പിൾ ആണ് റൂട്ട് ടെസ്റ്റ്. ജനറലി നമ്മൾ റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഈ റേസ് ടു n ഫോമിലുള്ള ആളൊക്കെ വരുമ്പോഴാണ്. ഇവിടെ കണ്ടോ n റേസ് ടു n, ഇവിടെ നോക്കിയാലും കാണാം 3 റേസ് ടു n. അപ്പൊ റേസ് ടു n ഫോമിലുള്ള ആണെങ്കിൽ ഓൾ റേസ് ടു 1 by n എടുക്കുമ്പോൾ ആ റേസ് ടു n-ഉം ഈ 1 by n അത് ക്യാൻസൽ ആയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? റൂട്ട് ടെസ്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ, സിഗ്മ n റണ്ണിങ് ഫ്രം 1 to infinity 3 റേസ് ടു n by n സ്ക്വയർ. സോ നമുക്ക് r നോക്കാം. r is ലിമിറ്റ് n ടെൻഡിങ് ടു ഇൻഫിനിറ്റി മോഡ് an raised to 1 by n, that is equal to limit n tending to infinity 3 raised to n by n square all raised to 1 by n, that is equal to limit n tending to infinity 3 raised to n all raised to 1 by n divided by n square raised to
1 by n. That is equal to limit n tending to infinity. ഈ n ഉം cancel ആവും. So this is 3 by, this can be written as n raised to 1 by n whole square. Okay. 2 നി 1 by n നി ചേഞ്ച് ചെയ്തു. നമുക്കറിയാം ലിമിറ്റ് n tending to infinity n raised to 1 by n ന്റെ ലിമിറ്റ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായി മാറി? ദിസ് വിൽ ബി 3 by 1 that is equal to 3. അപ്പൊ r എന്ന് പറയുന്നത് എത്ര കിട്ടി? 3 ആണ് കിട്ടിയത്. That is greater than 1. That means the series diverges. ഈ സീരീസ് ഡൈവേർജന്റ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ റൂട്ട് ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. സിഗ്മ n running from 1 to infinity nth root of n minus 1 all raised to n. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരു all raised to n വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്ത് തന്നെ യൂസ് ചെയ്യാൻ പോകുന്നതുകൊണ്ട് റൂട്ട് ടെസ്റ്റ് തന്നെയാണ്. സോ r കണ്ടുപിടിക്കാം. r is limit n tending to infinity mod an all raised to 1 by n. That is equal to limit n tending to infinity nth root of n minus 1 all raised to n. ഇത്രയാണ് എന്ത്? an all raised to 1 by n. അപ്പോൾ n ഉം 1 by n ഉം ക്യാൻസൽ ആയിക്കോളും. So this will be limit n tending to infinity nth root of n minus 1. That can be written as limit n tending to infinity n raised to 1 by n minus limit n tending to infinity 1. n raised to 1 by n limit 1 ആണെന്ന് പറഞ്ഞു. So this is 1 minus 1 0. So r is less than 1. That means this one also converges by nth root test. അപ്പോൾ ഇതാണ് റൂട്ട് ടെസ്റ്റ്. അബ്സല്യൂട്ട് ആൻഡ് കണ്ടീഷണൽ കൺവേർജൻസ്. എപ്പോഴാണ് ഒരു സീരീസ് അബ്സല്യൂട്ട് കൺവേർജന്റ് എന്നും കണ്ടീഷണലി കൺവേർജന്റ് എന്നും പറയുന്നത്? എ സീരീസ് സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity ai is called absolutely convergent if sigma I running from 1 to infinity mod ai is convergent. Every absolutely convergent series is convergent or converges. അതായത് ഒരു സീരീസ് നമുക്ക് തന്നിട്ടുണ്ടാവും സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity ai. ഈ ഒരു സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജസ് കൺവേർജന്റ് എന്ന് പറയണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡ് എ ഐയുടെ സീരീസ്, അതായത് ഐ റണ്ണിംഗ് ഫ്രം 1 to infinity മോഡ് എ ഐ കൺവേർജ് ചെയ്യണം. അങ്ങനെ മോഡ് എ ഐ കൺവേർജ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ തന്നിരിക്കുന്ന സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ദിസ് സീരീസ് 1 minus 1 by 2 plus 1 by 4 minus 1 by 8 etc. ഈ ഒരു സീരീസ്, ഇതിനെ സീരീസിനെ ഞാൻ 1 എന്ന് വിളിക്കുകയാണ്, സീരീസ് നമ്പർ 1. ഈ ഒരു സീരീസ് ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇത് കൺവേർജന്റ് ആണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സോ ഇയാൾ കൺവേർജന്റ് ആണ്. ഇതാണ് നമ്മുടെ സിഗ്മ എ ഐ, വേർ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity. ഇനി നമുക്ക് ഇയാളുടെ സിഗ്മ മോഡ് എ ഐ എന്താന്ന് നോക്കാം. ദാറ്റ് ഈസ് സിഗ്മ ഐ റണ്ണിംഗ് ഫ്രം 1 to infinity മോഡ് എ ഐ. മോഡ് എ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടേംസിനും മോഡ്ലെസ് വാല്യൂ കൊടുക്കണം. സോ ഫസ്റ്റ് വൺ മോഡ് 1, അത് 1 തന്നെയാണ്. അടുത്ത മൈനസ് 1/2 മോഡ്, അപ്പൊ അത് 1/2 ആണ്. പ്ലസ് 1/2, അടുത്ത ആള് 1/4 ആണ്. പ്ലസ് അടുത്ത ആള് 1/8 ആണ്. പ്ലസ് എക്സെട്ര ആണ്. സോ ദിസ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് റേഷ്യോ 1/2 ലെസ് ദാൻ 1. അപ്പൊ ഇതും എന്താണ്? കൺവേർജന്റ് ആണ്. ദിസ് ഓൾസോ കൺവേർജസ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? സിഗ്മ മോഡ് എ ഐ കൺവേർജസ് എന്ന് കിട്ടി. സിഗ്മ മോഡ് എ ഐ കൺവേർജസ് മീൻസ് വാട്ട്? സിഗ്മ എ ഐ ഈസ് absolutely convergent. അപ്പൊ absolutely convergent സീരീസ് എന്താന്ന് മനസ്സിലായിണ്ടാവും. ഒരു സീരീസ് absolutely convergent എന്ന് പറയണമെങ്കിൽ അയാളുടെ കറസ്പോണ്ടിങ് സിഗ്മ മോഡ് എ ഐ എന്ന് പറയുന്ന സീരീസ് കൺവേർജന്റ് ആയിരിക്കണം. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ absolutely convergent സീരീസും കൺവേർജന്റ് ആണ്. അതായത് സിഗ്മ മോഡ് എ ഐ
കൺവേർജന്റ് ആണെങ്കിൽ, ഇതിനെയാണല്ലോ നമ്മൾ absolutely convergence പറയുന്നത്. സിഗ്മ എ ഐ absolutely convergent means what? Corresponding sigma mod ai is convergent. അങ്ങനെയാണെങ്കിൽ സിഗ്മ എ ഐ എന്തുമായിരിക്കും? അങ്ങനെയാണെങ്കിൽ സിഗ്മ എ ഐയും കൺവേർജന്റ് ആയിരിക്കും. That means every absolutely convergent series is convergent. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതേ എക്സാമ്പിൾ പറയായിരുന്നു. ഇപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റിംഗ് സീരീസ് വെച്ചിട്ട് പ്രോബ്ലം ഒന്നും ചെയ്യാൻ അറിയില്ല വിചാരിക്കുക. നമുക്ക് ഇതിന്റെ കൺവേർജൻസ് പറയാൻ അറിയില്ല. ഈ സീരീസ് 1 നമുക്ക് അറിയില്ല. ഓൾട്ടർനേറ്റിംഗ് സീരീസ് വെച്ചിട്ട് ഇതിന്റെ കൺവേർജൻസ് പറയാം. അപ്പൊ ഞാൻ ഇവിടെ നേരെ എന്താ ചെയ്യുന്നത്? ഞാൻ സിഗ്മ ഐ റണ്ണിങ് ഫ്രം 1 to infinity മോഡ് എ ഐ ചെയ്തു. അപ്പൊ എനിക്ക് ഇങ്ങനെ കിട്ടി, r less than 1/2 കിട്ടി. ഇത് ജോമെട്രിക് സീരീസ് ആണെന്ന് അറിയാം. സോ ഇത് കൺവേർജന്റ് ആണ് കിട്ടി. ദാറ്റ് മീൻസ് സിഗ്മ മോഡ് എ ഐ കൺവേർജന്റ് എന്ന് കിട്ടി. സിഗ്മ മോഡ് എ ഐ കൺവേർജന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും സിഗ്മ എ ഐയും എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. എവറി അബ്സല്യൂട്ട്ലി കൺവേർജന്റ് സീരീസ് ഈസ് കൺവേർജന്റ്. ഇനി നമുക്ക് ഇതിന്റെ നേരെ തിരിച്ചുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് സിഗ്മ എ ഐ കൺവേർജന്റ് ആണ്, ബട്ട് സിഗ്മ മോഡ് എ ഐ എന്തല്ല? കൺവേർജന്റ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു സിഗ്മ മോഡ് എ ഐ കൺവേർജന്റ് ആണെങ്കിൽ ഉറപ്പായിട്ട് സിഗ്മ എ ഐയും കൺവേർജന്റ് ആണ്. അപ്പൊ തിരിച്ചുള്ള കേസ് വരാം. എന്ത്? ഇയാൾ കൺവേർജന്റ് ആണ്, പക്ഷെ ഇയാൾ കൺവേർജന്റ് അല്ല. ഓക്കെ, അതാണ് നമ്മളിവിടെ കേസ് 2 ആയിട്ട് എടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് സിഗ്മ എ ഐ ഈസ് കൺവേർജന്റ് ബട്ട് ഇറ്റ്സ് മോഡ് വാല്യൂസ് ഈസ് നോട്ട് കൺവേർജന്റ്. ദാറ്റ് മീൻസ് സിഗ്മ മോഡ് എ ഐ ഈസ് നോട്ട് കൺവേർജന്റ്. ഇങ്ങനെയുള്ള സീരീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടീഷണലി കൺവേർജന്റ്. That is, a series may converge without being absolutely convergent. അയാൾ കൺവേർജ് ചെയ്യും, അതായത് സിഗ്മ എ ഐ കൺവേർജ് ചെയ്യും, ബട്ട് അയാൾ അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിരിക്കില്ല. അതായത് സിഗ്മ മോഡ് എ ഐ എന്തായിരിക്കില്ല? കൺവേർജന്റ് ആയിരിക്കില്ല. ഇത് ഡൈവേർജന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, യു കൺസിഡർ ദിസ് സീരീസ് 1 - 1/2 plus 1/3 minus 1/4 plus etc. This is our series sigma ai. അപ്പൊ ഈ സീരീസ് ഓൾട്ടർനേറ്റിംഗ്, അഗൈൻ ദിസ് ഈസ് ആൻ ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ്. ഇത് കൺവേർജന്റ് ആണ്. നമ്മൾ ചെയ്ത പ്രോബ്ലം തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ സിഗ്മ മോഡ് എ ഐ ഒന്ന് നോക്കാം. സിഗ്മ മോഡ് എ ഐ എന്താ വരുന്നത്? ദിസ് ഈസ് 1 + 1/2 plus 1/3 plus 1/4 plus etc. ആണ്. ദിസ് ഈസ് എ ഹാർമോണിക് സീരീസ് അല്ലെ? ഇതൊരു ഹാർമോണിക് സീരീസ് ആണ്. ഇതെന്താണ്? ഡൈവേർജന്റ് ആണ്. നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമുക്ക് കിട്ടി സിഗ്മ എ ഐ ഈസ് കൺവേർജന്റ് ബട്ട് സിഗ്മ മോഡ് എ ഐ ഈസ് നോട്ട് കൺവേർജന്റ് ഓർ ഇറ്റ് ഈസ് ഡൈവേർജന്റ്. സോ വി കോൾ സിഗ്മ എ ഐ ഈസ് എ കണ്ടീഷണലി കൺവേർജന്റ് സീരീസ്. സിഗ്മ എ ഐ ഈസ് കണ്ടീഷണലി കൺവേർജന്റ്. അതായത് ഒരു കണ്ടീഷൻ വന്നു, സിഗ്മ എ ഐ കൺവേർജന്റ് ആണ് ബട്ട് സിഗ്മ മോഡ് എ ഐ ഡൈവേർജന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് അബ്സല്യൂട്ട് കൺവേർജൻസും കണ്ടീഷണൽ കൺവേർജൻസും തമ്മിലുള്ള വ്യത്യാസം. ഇനി ഒരു കാര്യം കൂടിയും പറയാം. നമ്മൾ നേരത്തെ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റ് ഒക്കെ ചെയ്ത സമയത്ത് r = 1 വന്നാൽ ടെസ്റ്റ് ഫെയിൽ ആവും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ നല്ലൊരു എക്സാമ്പിൾ ആണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഹാർമോണിക് സീരീസ്. അതായത് 1 + 1/2 plus 1/3 plus 1/4 എന്ന് പറയുന്ന ഹാർമോണിക് സീരീസ് നിങ്ങൾ റൂട്ട് ടെസ്റ്റ് വെച്ച് ചെയ്താലും റേഷ്യോ ടെസ്റ്റ് വെച്ച് ചെയ്താലും നിങ്ങൾക്ക് അവിടെ r വാല്യൂ കിട്ടാൻ പോകുന്നത് 1 ആണ്. ദാറ്റ് മീൻസ് ദ ടെസ്റ്റ് ഫെയിൽസ്. നമുക്ക് ഇതിന്റെ കൺവേർജൻസിനെ പറ്റി പറയാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ അതൊരു എക്സസൈസ് ആയിട്ട് ചെയ്യുക. യു ടേക്ക് ദിസ് സീരീസ് സിഗ്മ 1/n റണ്ണിങ് ഫ്രം 1 to infinity. ഇവിടെ നിങ്ങൾ റൂട്ട് ടെസ്റ്റ് ചെയ്യുക. സിമിലർലി റേഷ്യോ ടെസ്റ്റും ചെയ്യുക. ഈ രണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ r1 ആണ്. ദാറ്റ് മീൻസ് യു കനോട്ട് സേ ദ കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് വിത്ത് റെസ്പെക്ട് ടു ദീസ് ടെസ്റ്റ്. സിമിലർലി if you take this series, that is 1 plus 1/2 square plus 1/3 square plus 1/4 square plus etc. ഈ സീരീസ് എടുത്താലും നിങ്ങൾ റേഷ്യോ ടെസ്റ്റ് വെച്ചും റൂട്ട് ടെസ്റ്റ് വെച്ചും ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് r1 ആയിട്ടായിരിക്കും കിട്ടുക. അപ്പം ഈ ടെസ്റ്റിന് പ്രകാരം എന്താണ്? വി കനോട്ട് സേ ദ കൺവേർജൻസ് അല്ലെ ഓർ ഡൈവേർജൻസ്, ഒന്നും പറയാൻ പറ്റില്ല. ടെസ്റ്റ് ഫെയിൽ ആണ്. പക്ഷെ അതിന്റെ അർത്ഥം ഇത് കൺവേർജന്റോ ഡൈവേർജന്റോ അല്ല എന്നല്ല.
ഇത് കൺവേർജന്റ് ആണ് ബിക്കോസ് ദിസ് ഈസ് 2 സീരീസ്. പി സീരീസിലെ പിക്ക് 2 കൊടുത്ത വാല്യൂ ആണ് ഇയാൾ. അപ്പൊ ഇത് 2 സീരീസ് ആണ്, ഇത് കൺവേർജന്റ് ആണ്. ഓക്കെ, ഇത് കൺവേർജന്റ് ആണ്. സിമിലർലി ഇത് ഡൈവേർജന്റ് ആണ്, ഹാർമോണിക് സീരീസ്. അപ്പൊ റേഷ്യോ ടെസ്റ്റും റൂട്ട് ടെസ്റ്റിലും 1 കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ടെസ്റ്റ് ആ ക്വസ്റ്റിനെ റേഷ്യോയോ റൂട്ടോ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അത് വേറെ ഏതെങ്കിലും ടെസ്റ്റ് പ്രകാരം കൺവേർജന്റോ ഡൈവേർജന്റോ ഒന്ന് കിട്ടിക്കോളും. അപ്പൊ ആ ഒരു എക്സാമ്പിളും കൂടി ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നു.